പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഖാദി കലണ്ടറിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിച്ചതിൽ വിവാദം. മോദി ഗാന്ധിയേക്കാൾ മൂല്യമുള്ള ബ്രാൻഡെന്ന് ഹരിയാന മന്ത്രി അനിൽ വിജ്. കറൻസിയിലും വേണ്ടത് മോദിയുടെ ചിത്രമെന്നും വിജ്. ഹിറ്റ്ലറും മുസോളിനിയും ജനപ്രിയ ബ്രാൻഡുകളായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ തിരിച്ചടി. ഉമ്മൻചാണ്ടിയെ ചൊല്ലി രാഷ്ട്രീയകാര്യ സമിതിയിൽ വാദപ്രതിവാദം. ഉമ്മൻചാണ്ടിക്കെതിരെ തുറന്നടിച്ച് PC ചാക്കോ, പിന്തുണച്ച് മുരളീധരനും ഹസനും. അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. മറ്റന്നാൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച. CK പത്മനാഭന്റെ വിമർശം BJPക്കകത്ത് ചർച്ചയാകുന്നു. പത്മനാഭനെതിരെ നടപടി വേണമെന്ന് KK സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ. പത്മനാഭൻ തള്ളിപ്പറഞ്ഞത് കമലിനും MTക്കുമെതിരായി AN രാധാകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പ്രസ്താവനയെ. സമൂഹത്തിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയിലെ ജീർണതയ്ക്കെതിരായി നല്ല രീതിയിൽ സർഗാത്മക സൃഷ്ടി നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ MT വാസുദേവൻ. ഒരാൾ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ്? അയ്യപ്പ ഭക്തർക്ക് ദർശന പുണ്യം പകർന്ന് ശബരിമലയിൽ മകരവിളക്ക്. മകരജ്യോതി ദർശിക്കാൻ സന്നിധാനത്തെത്തിയത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ. എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പിളർത്തി സിനിമാ സമരത്തിന് ക്ലൈമാക്സ്. ദിലീപിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘടന. തിയേറ്റർ സമരം പിൻവലിച്ചു. ഇന്നു മുതൽ എല്ലാ തിയേറ്ററിലും സിനിമകൾ പ്രദർശനത്തിന്. രഞ്ജി ട്രോഫിയിൽ ഗുജറാത്തിന് കന്നി കിരീടം. ഫൈനലിൽ മുംബൈയെ തോൽപ്പിച്ചത് 5 വിക്കറ്റിന്. സെഞ്ചുറി നേടിയ പാർത്ഥിവ് പട്ടേൽ വിജയശില്പി. പ്രൈം ഡിബേറ്റ് തുടങ്ങുന്നു. CK പത്മനാഭന്റെ വിയോജിപ്പിന്റെ രാഷ്ട്രീയമെന്ത്? സംസ്ഥാന BJPയിൽ ഭിന്നത രൂക്ഷമാകുന്നു. AN രാധാകൃഷ്ണനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ CK പത്മനാഭൻ രംഗത്തെത്തി. MS കുമാറും CKPക്ക് പിന്തുണ നൽകി. തിങ്കളാഴ്ച നടക്കുന്ന നേതൃയോഗത്തിൽ ചേരിപ്പോര് പ്രകടമായേക്കും. MDയെയും കമലിനെയും വിമർശിച്ചുള്ള AN രാധാകൃഷ്ണന്റെ പ്രസ്താവനയിൽ BJP നേതൃത്വത്തിന് നേരത്തെ തന്നെ അസംതൃപ്തിയുണ്ടായിരുന്നു. രാധാകൃഷ്ണന്റേത് വ്യക്തിപരമായ അഭിപ്രായം എന്നായിരുന്നു നേതൃത്വത്തിന്റെ പ്രതികരണം. എന്നാൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ രാധാകൃഷ്ണനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞതോടെ ഭിന്നത പരസ്യമായി. MDയെ ഹിമാലയ തുല്യൻ എന്ന് വിശേഷിപ്പിച്ച CK പത്മനാഭൻ കമലിനും പിന്തുണ നൽകി. നമ്മുടെ കേരള സമൂഹത്തിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയിലെ ജീർണതയ്ക്കെതിരായി വളരെ നല്ല രീതിയിൽ സർഗാത്മക സൃഷ്ടി നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ MT വാസുദേവൻ. ഒരാൾ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടും. നമ്മൾ ഈ പാകിസ്ഥാനെ അടക്കം ഇങ്ങോട്ട് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോലും ആരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. തൊട്ടു പിന്നാലെ സംസ്ഥാന വക്താവ് MS കുമാറും സമാന നിലപാടുമായി രംഗത്തെത്തി. ഫേസ്ബുക്കിലൂടെയായിരുന്നു MS കുമാറിന്റെ പ്രതികരണം. ഏതു വിഷയത്തെക്കുറിച്ചും ആർക്കും പ്രതികരിക്കാൻ അവകാശമുള്ള നാടാണ് ഭാരതം. അഭിപ്രായം പറയുമ്പോൾ മാന്യതയും സഭ്യതയും വേണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ എന്തിന് അസഹിഷ്ണുതയെന്ന് ചോദിക്കുന്ന MS കുമാർ MDയുടെയും കമലിന്റെയും മോഹൻലാലിന്റെയും ഒക്കെ അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കണമെന്നും പറയുന്നു. 16-ന് കോട്ടയത്ത് ആരംഭിക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിലും ഈ വിഷയം ചർച്ചയാകും. രാധാകൃഷ്ണനെതിരെ രൂക്ഷ വിമർശനം ഉയരാനാണ് സാധ്യത. നോട്ട് നിരോധന വിഷയത്തിൽ കേന്ദ്ര നിലപാട് വിശദീകരിച്ച് 4 മേഖലാ ജാഥകളാണ് BJP നടത്തിയത്. ഈ ജാഥകളുടെ പ്രസക്തി തന്നെ രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനയിലൂടെ നഷ്ടമായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മേഖലാ ജാഥകൾ മുന്നോട്ട് വച്ച രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാനും കഴിഞ്ഞില്ല. അനവസരത്തിലുണ്ടായ വിവാദം പാർട്ടിക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ലെന്ന അഭിപ്രായം RSS നേതൃത്വത്തിനുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്റർ ശ്രീ K കുഞ്ഞിക്കണ്ണൻ എനിക്കൊപ്പം സ്റ്റുഡിയോയിൽ അതിഥിയാണ്. ഇടത് ചിന്തകൻ ശ്രീ KN കുഞ്ഞഹമ്മദ് കോഴിക്കോട് നിന്നും, കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരൻ തിരുവനന്തപുരത്ത് നിന്നും, ശ്രീ OK വാസു മുൻ BJP നേതാവും ഇപ്പോൾ CPM നേതാവുമായ ശ്രീ OK വാസു കണ്ണൂരിലെ പാനൂരിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ കുഞ്ഞിക്കണ്ണൻ, CK പത്മനാഭനെതിരെ നടപടി വേണം എന്ന ആവശ്യം ഇതിനകം തന്നെ പാർട്ടിയുടെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടതല്ലേ? പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ച ചില വാദങ്ങളെ നിഷേധിച്ചു കളയുന്നു പരസ്യമായിട്ട് എന്നത് BJPക്കകത്ത് നടപടിയെടുക്കാൻ തക്കതായ കാരണമല്ലേ?
കേരളത്തിലെ മുതിർന്ന BJP നേതാക്കളിൽ ഒരാളാണ് CK പത്മനാഭൻ. പാർട്ടിയിലെ ആരെങ്കിലും എന്തെങ്കിലും അവിവേകമോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധമോ ആർക്കെങ്കിലും പറ്റിയെങ്കിൽ അത് തിരുത്താനും നേർവഴിക്ക് നയിക്കാനുമുള്ള ബാധ്യത കൂടി ഉള്ള നേതാവാണ് CK പത്മനാഭൻ. അത് അദ്ദേഹം നിർവഹിച്ചു എന്നേ ഉള്ളൂ. നേരത്തെ തന്നെ ഇപ്പം AN രാധാകൃഷ്ണൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് പാർട്ടിയുടെ നയമല്ല, AN രാധാകൃഷ്ണൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പരം ഒരു തിരുത്തലൊന്നും ഇനി ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. വ്യക്തിപരമായി ആർക്കും അഭിപ്രായം പറയാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. അബദ്ധം പറഞ്ഞു പോയാൽ അത് തിരുത്താനുള്ള ബാധ്യതയുമുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ രാജ്യത്താകമാനം അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ടല്ലോ. അബദ്ധമാണെന്ന് തോന്നിയാൽ, തിരിച്ചറിഞ്ഞാൽ അത് തിരുത്തിയ സംഭവങ്ങളും രാജ്യത്തുണ്ട്. അതുകൊണ്ട് CK പത്മനാഭൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ള അഭിപ്രായത്തിലൊന്നും ഞാൻ എത്തിച്ചേരുന്നില്ല. പാർട്ടി അങ്ങനെ ഒരു ആലോചനയൊന്നും ഇതുവരെ ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളിൽ AN രാധാകൃഷ്ണൻ പറഞ്ഞതല്ല പാർട്ടിയുടെ നിലപാട്, CK പത്മനാഭൻ ഇപ്പോൾ നടത്തിയ തിരുത്തലാണ് പാർട്ടിയുടെ നിലപാട്. ഞാൻ AN രാധാകൃഷ്ണൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നൊന്നുമില്ല. പക്ഷേ ആരെങ്കിലും ഒരാൾ രാജ്യം വിട്ടു പോകണം എന്നുള്ള രീതിയിൽ, ഇപ്പോൾ കമൽ രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ദേശീയഗാനത്തെ ആദരിക്കുകയും അതുപോലെ തന്നെ അത് ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും ഒന്നും ചെയ്യാൻ സന്നദ്ധമല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത്തരക്കാർ ഈ രാജ്യത്ത് നിൽക്കണോ എന്ന് ചിന്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി പറഞ്ഞതല്ല. ദേശീയഗാനത്തെ അനാദരിക്കുന്ന എനിക്കും, ഞാനാണ് അനാദരിക്കുന്നത്, എനിക്കും ബാധകമാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ AN രാധാകൃഷ്ണൻ പറഞ്ഞത് മുഴുവൻ തെറ്റ്, CK പത്മനാഭൻ പറഞ്ഞത് മുഴുവൻ ശരി എന്നുള്ള നിലപാടിലേക്ക് ഞാൻ എത്തുന്നില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പന്തളം സുധാകരൻ, ഇടക്കാണ് സത്യമുള്ളത് എന്ന് വെച്ചാൽ ഈ പാർട്ടിക്ക് AN രാധാകൃഷ്ണൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അഗ്രസീവായിട്ടുള്ള വിമർശങ്ങൾ അല്ലെങ്കിൽ ഇപ്പറയുന്ന തോതിലുള്ള പരാമർശങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുക സാധ്യമല്ല എന്ന നിലപാടാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള ആളുകൾക്കുള്ളത്. ആ അർത്ഥത്തിൽ ആ പാർട്ടിയെ തിരുത്തുന്ന ഒരു നിലപാടുമായി CK പത്മനാഭൻ വന്നത് പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയായിട്ട് കാണേണ്ടതല്ലേ? BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇമ്മട്ടിൽ പൂർണ്ണമായിട്ടുള്ള വിദ്വേഷ നിലപാടുകളിലേക്ക് പോവുകയില്ല എന്ന ഉറപ്പായിട്ട്, പൊതുസമൂഹത്തിന് നൽകുന്ന ഉറപ്പായിട്ട് ഈ രണ്ട് നേതാക്കളുടെ MS കുമാറിൻ്റെയും CK പത്മനാഭൻ്റെയും നിലപാടുകളെ താങ്കൾ കാണുന്നുണ്ടോ? അതോട് ചേർന്ന് നിൽക്കുന്ന ശ്രീ കുഞ്ഞിക്കണ്ണൻ്റെ നിലപാടിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അല്ല, ഈ പറഞ്ഞ നിലപാടുകളോടൊന്നും വിയോജിക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം അത് പാർട്ടിയുടെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാക്കന്മാർ എന്നുള്ള നിലയിൽ ജനങ്ങളും എല്ലാവരും അത് ഗൗരവത്തോടെ വീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ബഹുമാനപ്പെട്ട ശ്രീ CK പത്മനാഭൻ പറഞ്ഞ അഭിപ്രായം തീർച്ചയായും ബുദ്ധിയും വിവരവുമുള്ള സാമാന്യ ജനങ്ങളുടെ ഒരു അഭിപ്രായം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഞാൻ കാണുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി അനാഥമായ കുറേ പ്രസ്താവനകൾ നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ ഇങ്ങനെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് ദേശീയതയുടെ പേരിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് വന്നെത്തിയിരിക്കുന്നത് മഹാനായ CK പത്മനാഭൻ തന്നെ പറഞ്ഞതുപോലെ ഹിമാലയത്തിന് തുല്യമായ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്തായ സാംസ്കാരിക സമ്പത്ത് എന്നെല്ലാ അർത്ഥത്തിലും പറയാവുന്ന കാരണവരായ ശ്രീ MT വാസുദേവൻ നായരുടെ പേരിലാണ്. അപ്പോൾ അങ്ങനെ ഈ സാംസ്കാരിക നായകന്മാരെയും എല്ലാം ദേശീയതയുടെ പേരിൽ അപമാനിക്കാനുള്ള ശ്രമം പ്രസ്താവനകളിലൂടെ BJPയുടെ പ്രമുഖരായ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയും അടുത്ത ദിവസം തന്നെ ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ആരെ പറ്റിക്കാനാണ് എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ സത്യസന്ധമായി പറഞ്ഞാൽ ദേശീയതയുടെ പേരിൽ നമ്മുടെ അടിസ്ഥാന മതേതര മൂല്യങ്ങളെ അറത്ത് ഇല്ലാതാക്കി ഒരു കാവി ഫാസിസ്റ്റ് സംസ്കാരം ഇവിടെ അടിച്ചേൽപ്പിക്കാനുള്ള ആരുടെയോ ഒരു ഗൂഢശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെതിരെ തീർച്ചയായും ജനങ്ങൾ ജാഗരൂകരാകണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇന്നിപ്പോൾ ഹരിയാനയിലെ ഒരു മന്ത്രി മഹാത്മാഗാന്ധിയെ മായി ചേർത്തുകൊണ്ട് കാര്യം തുണിത്തരങ്ങളുടെ ഖാദി ഉൽപ്പന്നങ്ങളുടെ മൂല്യം
മഹാത്മാഗാന്ധിയുടെ പേരിൽ കുറഞ്ഞിരിക്കുന്നു എന്നും നോട്ടിൽ മഹാത്മാഗാന്ധിയുടെ പേര് ചിത്രമുള്ളത് കൊണ്ട് നോട്ടിൻ്റെ മൂല്യം കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഒരു മഹാപാതകം തന്നെ. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാത്മാഗാന്ധി എന്നൊരു വ്യക്തിക്ക് അതീതമായി ഗുരുതുല്യനായി ഈശ്വരതുല്യനായി ലോകം മുഴുവൻ നന്മയുടെയും അഹിംസയുടെയും ആൾരൂപമായി ലോകം മുഴുവൻ ആദരിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം ശ്രീ പന്തളം സുധാകരൻ. അത് ഈ ചർച്ചയുടെ രണ്ടാം ഭാഗത്ത് പ്രത്യേകമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ KN കുഞ്ഞഹമ്മദ്, BJPയും RSSും അപ്പാടെ വിമർശനം അർഹിക്കുന്നുണ്ട് എന്നതായിരുന്നു ഇടതുപക്ഷ നേതാക്കളടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്ന വിമർശം. അതായത് ഈ MTക്കെതിരായിട്ടും കമലിനെതിരായിട്ടും വന്ന AN രാധാകൃഷ്ണൻ്റെ പ്രസ്താവനകളെ അവർ തള്ളിക്കളഞ്ഞത് അത് BJPയുടെയും RSSൻ്റെയും ആകെ തന്നെയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ AN രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പ്രശ്നമല്ല എന്ന നിലക്കാണ്. ആ നിലക്കാണ് കമലിനും MTക്കും സുരക്ഷാ വലയം തീർത്തുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലായിടങ്ങളിലുമായി വന്നത്. നോക്കൂ, പക്ഷേ അതേ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുതിർന്ന നേതാവ് വന്ന് ഇതിനെ തിരുത്തുകയാണ്. നല്ല ശക്തമായ സൗമ്യമാണെങ്കിലും ശക്തമായ ഭാഷയിൽ തിരുത്തുകയാണ്. അത് ആ പാർട്ടിയുടെ നിലപാടല്ല. ഈ വിദ്വേഷ പ്രസ്താവനകൾ പാർട്ടിയുടെ നിലപാടല്ല, AN രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ നിലപാടാണ് എന്ന് താങ്കൾ സമ്മതിക്കുമോ? അല്ല, ഇതിൽ സങ്കീർണമായ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യം വളരെ ആഹ്ലാദകരമാണ്, ആവേശകരമാണ്. അത് മറ്റൊന്നുമല്ല, CK പത്മനാഭൻ സംഘപരിവാർ സ്വീകരിക്കുന്ന നിലപാടിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിനുള്ള ഒരു ഔന്നത്യം തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇതൊരു MTയുടെയോ അല്ലെങ്കിൽ കമലിൻ്റെയോ മാത്രം പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് മുമ്പായിരുന്നല്ലോ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന അനന്തമൂർത്തിയുടെ അനുഭവം. ഞാൻ മൊത്തം പട്ടിക അവതരിപ്പിക്കുന്നില്ല, ഒറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അനന്തമൂർത്തി എന്തായിരുന്നു പറഞ്ഞത്? അനന്തമൂർത്തി പറഞ്ഞത് ഏതൊരാൾക്കും പറയാൻ അവകാശമുള്ളൊരു കാര്യമായിരുന്നു. അതായത് നരേന്ദ്രമോദി ജയിച്ചാൽ ഞാൻ ഇന്ത്യ വിടും. അത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അക്ഷരാർത്ഥത്തിൽ പരിഗണിക്കേണ്ട ഒരു പ്രസ്താവനയേ അല്ല. നാം നമ്മുടെ വികാരം പ്രകടിപ്പിക്കുന്നത്, അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും പ്രതീകാത്മകമായിട്ടായിരിക്കും. പ്രത്യേകിച്ചും അനന്തമൂർത്തിയെപ്പോലുള്ള ഒരു ലോകപ്രശസ്തനായ എഴുത്തുകാരൻ നരേന്ദ്രമോദി ജയിച്ചാൽ ഞാൻ ഇന്ത്യ വിടും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ പലതരത്തിൽ പീഡിപ്പിക്കുകയും മാത്രമല്ല അദ്ദേഹം മരിച്ചപ്പോൾ മധുരപലഹാരം വിതരണം ചെയ്യുകയും ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ഏതെങ്കിലും ഒരു സംഘപരിവാർ നേതാവ് തള്ളി പറഞ്ഞു എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും തള്ളിപ്പറഞ്ഞ ആ നേതാവിൻ്റെ അഭിപ്രായത്തെ ജനാധിപത്യം സ്വാഗതം ചെയ്യണം. പക്ഷേ അതേ സമയം തന്നെ അത്തരമൊരു നിലപാട് തത്വത്തിൽ സമ്പൂർണ്ണമായി നിരാകരിക്കാൻ സംഘപരിവാർ ധീരമാണോ? ഈ ചോദ്യമാണ് കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് CK പത്മനാഭൻ്റെ അഭിപ്രായ പ്രകടനത്തെ ആദരപൂർവ്വം നോക്കിക്കാണുകയും അതിനെ ഭാഗികമായെങ്കിലും പിന്തുണച്ച് ഈ ചർച്ചയിൽ സംസാരിച്ച BJPയുടെ നേതാവിൻ്റെ അഭിപ്രായ പ്രകടനത്തെ അതേ ആദരവോടെ നോക്കിക്കാണുകയും അതേ സമയം തന്നെ ഇത്തരമൊരു തള്ളിപ്പറയലിലൂടെ മാത്രം തീരുന്ന ഒരു പ്രശ്നമാണോ ഇത്? ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ BJPയുടെ സംഘപരിവാറിൻ്റെ സൈദ്ധാന്തിക നിലപാടുകളിൽ തന്നെയുള്ള അസഹിഷ്ണുത 2014 ഭരണത്തിൽ വന്നത് മുതൽ ഈ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, MP-മാർ, കേന്ദ്രത്തിലെ മന്ത്രിമാർ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രകോപനപരമായ പ്രസ്താവനകൾ മാത്രമല്ല, ഇപ്പോഴും കേരളത്തിൽ പോലും സംഘപരിവാറിനെ പ്രതിനിധീകരിക്കുന്ന പലരും നടത്തുന്ന വളരെ പ്രകോപനപരമായ പ്രഭാഷണങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാമുള്ള നിലപാടുകൾ എന്താണ്? ഇതിങ്ങനെ തുടരാൻ പാടുണ്ടോ? ഇന്ത്യക്കാർ പാകിസ്ഥാനിൽ പോകണമെന്ന്, മോഡിയെ വിമർശിക്കുന്നവർ പാകിസ്ഥാനിൽ പോകണമെന്ന് ഗിരിരാജ് സിംഗ് പറയുമ്പോൾ, അതുപോലെ തന്നെ സ്വാതി പ്രാജിയുടെയും സാക്ഷി മഹാരാജിൻ്റെയും ബാലിക സരസ്വതിയുടെയും സ്വാതി നിരഞ്ജൻ ജ്യോതിയുടെയും ദേവൻ താക്കൂറിൻ്റെ ഒക്കെ പ്രകോപനപരമായ പ്രസ്താവനകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഒരു പരമ്പര കണക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെയാണ് അസഹിഷ്ണുത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പല സമയത്ത് വ്യക്തികൾ, സംഘടനകൾ ഒക്കെ തന്നെ അവതരിപ്പിച്ച് പോരുന്നതാണ്. പക്ഷേ ഇവിടെ മൗലികമായൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ മാതൃഭാഷയായി അസഹിഷ്ണുത രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മൗലിക പ്രശ്നം. അതിനെ നമ്മൾ എങ്ങനെയാണ് ജനാധിപത്യം അഭിമുഖീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ വളരെ അഭിമാനത്തോടെ തന്നെയാണ് CK പത്മനാഭൻ്റെ തള്ളിപ്പറയലിനെ കാണുന്നത്. ഒരു പക്ഷേ സമാനമായ സന്ദർഭങ്ങൾ ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. കൂട്ടത്തോടെ ജൂതന്മാരെ കൊല്ലുമ്പോൾ നാസി പാർട്ടിക്കിടയിൽ നിന്ന് തന്നെ ചില മനുഷ്യസ്നേഹികൾ അവരും മനുഷ്യരല്ലേ എന്ന് ചോദിച്ചിരുന്നു.
അപ്പോൾ അതിന് ഗീബൽസ് പറഞ്ഞ ഉത്തരം, അവരൊന്നും മനുഷ്യരല്ല, അവരൊക്കെ മാതൃഭൂമിയെ അപമാനിച്ച ദേശവിരുദ്ധരായിട്ടുള്ള ഭീകരരാണ്, അവരെ കൊല്ലുക തന്നെ വേണമെന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക ശാസ്ത്രത്തെ, രാഷ്ട്രീയ ശാസ്ത്രത്തെ, തത്വശാസ്ത്രത്തെ, ആ തത്വശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സമ്പദ്ശാസ്ത്രത്തിൻ്റെയും മണ്ഡലത്തിൽ നിന്ന് സംവാദം നടത്തുന്നതിന് പകരം ഇതിനെയൊക്കെ ദേശീയതയുമായി കൂട്ടിക്കെട്ടി ഒരുതരം വ്യാജ വൈകാരികതയുടെ വെള്ളപ്പൊക്കം ഉൽപ്പാദിപ്പിച്ച് അതിൽ നമ്മുടെ യുക്തിബോധത്തെയും നമ്മുടെ സൗഹൃദത്തെയും ഒക്കെ മുക്കിക്കൊല്ലാൻ നടത്തുന്ന വളരെ അപകടകരമായ ശ്രമമുണ്ട്. ഞാൻ തിരിച്ചു വരാം ശ്രീ കെ. താങ്കളിലേക്ക് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, ഇതാണ്, അതായത് സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ ആകെ തന്നെയും നിലപാട് ഇതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ സി കെ പത്മനാഭന്റെ തിരുത്തൽ, അതോട് ചേർന്നുള്ള താങ്കളുടെ നിൽപ്പ്, MS കുമാറിന്റെ നിൽപ്പ്, അത് കുറേയേറെ ശരിയാണ് എന്ന തോന്നൽ, അത് പക്ഷേ ആത്യന്തികമായി ആ രാഷ്ട്രീയ പക്ഷത്തിൻ്റെ തെറ്റായ നിലപാടുകളെ തിരുത്താൻ ശേഷിയുള്ളതല്ല. നമുക്ക് ആശ്വസിക്കാം, പക്ഷേ ഇതേ നിലപാട് തന്നെയാണ് ആ പാർട്ടിയും സംഘപരിവാര പക്ഷവും ആകെ തന്നെയും കൊണ്ടു നടക്കുന്നതെന്നാണ് ശ്രീ KN കുഞ്ഞഹമ്മദ് വിമർശിക്കുന്നത്. അതിലൊരു വാസ്തവമില്ല. കാരണം വെച്ചാൽ സി കെ പത്മനാഭൻ സംഘപരിവാറിന് വെളിയിലുള്ള ഒരാളല്ല, കുമ്മനം രാജശേഖരൻ സംഘപരിവാറിന് വെളിയിലുള്ള ഒരാളല്ല. രണ്ടുപേരും പറഞ്ഞു, രണ്ടുപേരും എന്ന് പറഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നേരത്തെ തന്നെ പറഞ്ഞു BJP അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല, BJPയുടെ ശബ്ദമല്ല കേട്ടത് എന്ന് കുമ്മനം രാജശേഖരൻ വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ പ്രസ്താവിച്ചതാണ്. അതുപോലെ തന്നെ സി കെ പത്മനാഭൻ പറഞ്ഞതും പ്രസിഡന്റ് പറഞ്ഞതും ഒരേ രീതിയിൽ തന്നെയാണ്. അതിന് രണ്ടായി കണ്ട് ഇവരൊക്കെ സംഘപരിവാറിന് വെളിയിലുള്ള ആൾക്കാരാണ് എന്നൊക്കെ വരുത്തി തീർത്ത് ചർച്ച സാമാന്യവൽക്കരിച്ചുകൊണ്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതൊന്നും സംഘപരിവാറിൻ്റെ അജണ്ടയാണ് എന്ന് പറഞ്ഞ് മൊത്തം കുറ്റപ്പെടുത്തി അതിൻ്റെ അകത്ത് നിന്ന് നേട്ടമുണ്ടാക്കാൻ ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ അവർ നിരാശപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അസഹിഷ്ണുത യഥാർത്ഥ അനന്തമൂർത്തിയുടെ പേരിവിടെ പരാമർശിച്ചു. അനന്തമൂർത്തിക്കല്ലേ ആദ്യം അസഹിഷ്ണുത പൊട്ടിയത്? അദ്ദേഹം മോഡി ജയിച്ചാൽ രാജ്യം വിടും എന്ന് പറഞ്ഞതാരാ? അനന്തമൂർത്തിയല്ലേ. അതിൽ പരം അസഹിഷ്ണുത വേറെയുണ്ടോ? വേറെ എന്ത് അസഹിഷ്ണുത അവിടെ കാണുന്നത്? മോദിയെ പ്രധാനമന്ത്രിയായിട്ട് പോലും അംഗീകരിക്കാൻ ഇതുവരെ മാനസികമായി തയ്യാറെടുക്കാൻ കഴിയാത്ത ചില ആൾക്കാർ സാമാന്യവൽക്കരിച്ച് അസഹിഷ്ണുത മുഴുവൻ BJPയുടെയും RSSൻ്റെയും തലയിൽ കെട്ടിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് ആരെങ്കിലും കരുതിയാൽ അതിൽ യാതൊരു രീതിയിലും അവർ ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അതാണ് കാണാൻ വേണ്ടി പോകുന്നത്. BJP ഈ 2.5 വർഷം മാത്രമേ അധികാരത്തിലെത്തിയിട്ട് ആയിട്ടുള്ളൂ. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഒക്കെ വാക്കിവിടെ പറഞ്ഞു. ഹിറ്റ്ലറും മുസോളിനിയും ഇവിടെ അവതരിച്ചിട്ടുണ്ട് നേരത്തെ. രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഹിറ്റ്ലർ ചെയ്തതിനേക്കാൾ ക്രൂരമായിട്ടുള്ള നടപടികൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു നിമിഷം ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ OK വാസു, BJP പോലൊരു കേഡർ പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയുടെ നേതാക്കൾ പൊതുയോഗത്തിനകത്ത് എന്ന് വെച്ചാൽ BJP നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥയ്ക്കകത്ത് നിന്ന് തന്നെ വിമർശനങ്ങളായിട്ട് ഉന്നയിച്ച കാര്യങ്ങളെ മറ്റൊരു നേതാവ് മറ്റൊരിടത്തിരുന്ന് തള്ളിക്കളയുകയാണ്, എതിർക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ കേഡർ പാർട്ടിക്കകത്ത് ആ സംഭവത്തിൽ ആ അഭിപ്രായ പ്രകടനത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്, 2 നിലപാടുകളുണ്ടെന്ന് വ്യക്തമാണല്ലോ. അതെന്തുകൊണ്ടാണ് സി കെ പത്മനാഭനെ പോലെ ഒരാൾ പ്രകടിപ്പിക്കുന്നുണ്ടാവുക എന്നതാണ് താങ്കളോടൊരു ചോദ്യം. എന്ന് വെച്ചാൽ അദ്ദേഹം ആ രാഷ്ട്രീയ പക്ഷത്തെ തന്നെ വിട്ടുകളയണം എന്ന് വിചാരിക്കുന്നുണ്ടാകുമോ, CPMലേക്ക് ചേരുന്നുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. പക്ഷേ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന നേരമായിട്ടുണ്ടോ? അല്ല, സി കെ പത്മനാഭൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന BJP നേതാക്കന്മാരിൽ ഏറ്റവും സീനിയറും അതേപോലെ തന്നെ ഏറ്റവും ത്യാഗം സഹിച്ചിട്ടുള്ളൊരു നേതാവുമാണ്. വളരെ ചെറിയ സമയത്ത് തന്നെ അദ്ദേഹം മുഴുവൻ സമയ പ്രവർത്തകനായി പോവുകയും അതുപോലെ തന്നെ പാർട്ടി ഓഫീസിലെ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുകയും അടിയന്തരാവസ്ഥ കാലത്ത് 19 മാസക്കാലം വിസ തടവുകാരനായിട്ട് ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ളൊരു നേതാവാണ് സി കെ പത്മനാഭൻ. അപ്പോൾ ഈ സി കെ പത്മനാഭൻ നടത്തിയിട്ടുള്ള പ്രസ്താവന ഈ BJP നടത്തിയിട്ടുള്ള ജാഥയിൽ ലീഡറായിട്ടുള്ള ശ്രീ AN രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ള ചില പരാമർശനങ്ങളെ സംബന്ധിച്ച് MTയെക്കുറിച്ചും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കമലിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമാണ്.
ബി ജെ പിക്കുള്ളിലുള്ള ആശയ സംഘർഷമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത്. രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ ബി ജെ പിക്കുള്ളിൽ നേരിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് തീവ്രമായി പാർട്ടിയെ കയ്യിലൊതുക്കിക്കൊണ്ട് RSS വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫാസിസ്റ്റ് സമീപനത്തിനെതിരായി വളരെയേറെ ബി ജെ പി നേതാക്കന്മാർ വളരെയധികം നിരാശരാണ്, അവർ പ്രകോപിതരാണ്. പല ഭാഗത്തുനിന്നും അതിൻ്റെ പ്രതികരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഈ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം അലങ്കോലപ്പെട്ട സമയത്ത് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി തന്നെ ആ സമ്മേളനത്തെ അലങ്കോലപ്പെടുത്തിയപ്പോൾ ബഹുമാന്യനായ ലാൽകൃഷ്ണ അഡ്വാനി ഞാൻ പാർലമെൻറ്റിൽ നിന്ന് രാജിവെക്കാൻ ആലോചിക്കുന്നു എന്ന് ദുഃഖിതനായി പറയുകയുണ്ടായി. അതേപോലെ തന്നെ ബി ജെ പിയുടെ മുൻ നേതാവായിട്ടുള്ള ഗോവിന്ദാചാര്യ, അതേപോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന അരുൺ ഷൂറി, അതേപോലെ തന്നെ ബി ജെ പിയുടെ ഇന്നത്തെ MP ആയിട്ടുള്ള പ്രശസ്ത സിനിമാ നടൻ ശത്രുഘ്നൻ സിൻഹ, അതുപോലുള്ള ഒട്ടനവധി നേതാക്കന്മാർ ബി ജെ പിയുടെ ഇന്നത്തെ ഈ പോക്കിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ശബ്ദമുയർത്താതെ കടിച്ചൊതുക്കി അമർഷത്തോടുകൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് നേതാക്കന്മാർ അതിനകത്തുണ്ട്. പക്ഷേ ശ്രീ ഒ കെ വാസു ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. അതൊക്കെ ഈ പറയുന്ന വലിയ രാഷ്ട്രീയമായിട്ടുള്ള അടിസ്ഥാന രാഷ്ട്രീയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടൊന്നുമല്ലല്ലോ. അവർക്ക് സ്വാഭാവികമായൊരു വലിയ പാർട്ടിയിൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പരസ്പരം ഉണ്ടാകാവുന്ന വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ട്, എന്ന് വെച്ചാൽ നരേന്ദ്രമോദി എന്നൊരു വലിയ നേതൃബിംബം എല്ലാവരുടെയും ആരാധനക്കർഹനായി ആ പാർട്ടിക്കകത്ത് പരിലസിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന മറ്റു നേതാക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അദ്വാനിക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് കാരണം നാട്ടുകാർക്ക് അറിയാവുന്നതാണല്ലോ. ശത്രുഘ്നൻ സിൻഹയ്ക്ക് എന്തുകൊണ്ടാകും അദ്ദേഹത്തോട് വെറുപ്പ് എന്നതൊക്കെ അറിയാവുന്നതാണല്ലോ. അത്തരത്തിൽ അതേ പാർട്ടിയുടെ അതേ മൂല്യ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സ്വാഭാവികമായുള്ള വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നല്ലാതെ അതിനെയൊക്കെ കാണേണ്ടതുണ്ടോ? ഇവിടെ ഈ CK പത്മനാഭൻ എന്തെങ്കിലും അദ്ദേഹം ഇത്രയും കാലം നേതാവായി തുടർന്നു പോകുന്ന പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയത്തോട് വല്ല അഭിപ്രായ വ്യത്യാസവുമുണ്ടോ? ഇല്ലല്ലോ. ഇത് AN രാധാകൃഷ്ണൻ അങ്ങനെയൊരു പ്രസ്താവന മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ വിമർശിക്കുക എന്ന നിലപാട് മാത്രമല്ലേ അദ്ദേഹം സ്വീകരിക്കുന്നുള്ളൂ? അദ്ദേഹത്തിന് തിരിച്ചു വരാം. അദ്ദേഹമായുള്ള ബന്ധത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പന്തളം സുധാകരൻ, ഇതിനെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്ന നിലക്ക് പരിഗണിക്കാനുണ്ടോ? അവിടെ നിന്ന് CK പത്മനാഭൻ നടത്തുന്ന ഈ വിമർശം യഥാർത്ഥത്തിൽ ആ പാർട്ടിക്ക് തന്നെയാണ് ഗുണം ചെയ്യുക. നല്ല മനുഷ്യരും ചേർന്ന സൗമ്യരായ നേതാക്കൾ ചേർന്നിട്ടുള്ളൊരു പാർട്ടിയാണത് എന്ന കുറെ കൂടെ സ്വീകാര്യത നാട്ടുകാർക്കിടയിൽ നൽകുകയല്ലേ ചെയ്യുക അതിന്? അല്ല, നല്ല വിമർശനങ്ങൾ ഏത് പാർട്ടിയുടെ ഏത് നേതാവ് ഉന്നയിച്ചാലും അത് ജനങ്ങൾ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കും. അത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കുകയും പ്രവർത്തനങ്ങളെ കൂടുതൽ സജീവമാക്കുകയും ചെയ്യും. ഇവിടെ ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട CK എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹവും പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നൊക്കെയുള്ളത് അത് ആ പാർട്ടിയുടെയും അവരുടെ വ്യക്തിപരമായ ഒരു അജണ്ടയാണ്. ഇപ്പം മാത്രമല്ല, കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം കേരളത്തിലല്ല അഖിലേന്ത്യാ തലത്തിലായാലും ഏത് പാർട്ടിയിലാണ് ഉൾപാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും സൗന്ദര്യപ്പണക്കവും ഇല്ലാത്തത്. പക്ഷേ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ കാതലായ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയ്ക്കും ഇന്ത്യൻ മതേതരത്വത്തിനും ഭീഷണി ഉണ്ടാകുന്ന ചില നടപടികൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നു. ഞങ്ങൾക്ക് അസഹിഷ്ണുതയില്ല. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്, ശ്രീ മോഡി. ഞങ്ങൾക്ക് അതിലൊരു തർക്കവുമില്ല. ഞങ്ങൾ ആ തിരഞ്ഞെടുപ്പിനെയും അദ്ദേഹത്തെയും ബഹുമാനിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ളതിൽ. പക്ഷേ അദ്ദേഹം തൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. എന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ അർത്ഥം ഒരു ജനാധിപത്യം എന്ന് പറയുന്നതാണ് 2, 3 എത്രയോ കക്ഷികൾ ഉണ്ടാകേണ്ടതല്ലേ. അപ്പോൾ താനല്ലാതെ താൻ നിലനിൽക്കുന്ന പാർട്ടിയല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ഈ രാജ്യത്ത് ഉണ്ടാകരുത് എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം തന്നെയാണ് യഥാർത്ഥത്തിൽ BJP സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ടല്ലോ, അവരുടെ യഥാർത്ഥത്തിൽ എത്രയോ വർഷമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയപരമായ പക്ഷപാതത്വം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു ഭാഗത്ത് കൊലപാതകളെ വെള്ളപൂശുന്നു, ഒരു ഭാഗത്ത് കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നു. പക്ഷേ ഇവിടെ തകർന്നു പോകുന്നതും ആശങ്കപ്പെടുന്നതും സാധാരണ ജനങ്ങളാണ്.
അപ്പം ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ റേഷൻ ഇല്ലാതെ ക്യൂ നിൽക്കുകയാണ്, നോട്ടിൻ്റെ പേരിൽ ജനങ്ങൾ ക്യൂ നിൽക്കുന്നു. അപ്പോൾ ഇതിന് രണ്ട് ഗവൺമെൻറ്റും, മോഡി ആയാലും പിണറായി ആയാലും, അത് ഒരു രഹസ്യം പറഞ്ഞ എന്താണ്, മുണ്ടെടുത്ത മോഡി കേരളത്തിലും ട്രൗസർ ഇട്ട മോഡി കേന്ദ്രത്തിലും ഭരണം നടത്തുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും കണ്ണുവെട്ടിക്കുന്നതിനും ജനശ്രദ്ധ തിരിച്ചു വിട്ടുന്നതിനും വേണ്ടിയാണ് ഗാന്ധി നിന്നയും അതുപോലെ സാംസ്കാരിക പ്രവർത്തകന്മാരെ അപമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള നടപടികളുമായി മുമ്പോട്ട് വരുന്നത്. താങ്കൾ അപ്പോൾ ശ്രീ പന്തളം സുധാകരൻ, താങ്കൾ ഈ CPM അല്ലെങ്കിൽ ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളെയും CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളെയും BJP-യുടെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ അസഹിഷ്ണുത സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെയും ഒരേ തരത്തിലാണ്, ഒരേ തോതിലാണ് കാണുന്നത് അല്ലേ? തീർച്ചയായും രണ്ടും ജനങ്ങൾക്കും രാജ്യത്തിനും അപമാനവും അപകടവും ഉണ്ടാക്കുന്നതല്ലേ. ഇവിടെ ഞാൻ പറയാം, നമ്മളൊക്കെ MTയെ പോലെ ബഹുമാനിക്കുന്ന മഹാനായ സാഹിത്യകാരനാണല്ലോ മുകുന്ദൻ, സാഹിത്യ അക്കാദമിയുടെ ചെയർമാനൊക്കെ ആയിരുന്നു. എല്ലാവരും ആദരിക്കുന്ന വ്യക്തിയാണ്. ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഒരു വലിയ ആവേശമായിരുന്ന മുകുന്ദൻ തന്നെ മലയാള മനോരമ എന്ന ഒരു വലിയ പത്രത്തിൽ എഴുതി എന്താണ്, കേരളത്തിൽ ഇന്നിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കലാപം, ഈ കലാപ അന്തരീക്ഷത്തിന് എതിരെ ശബ്ദമുയർത്തുവാൻ ഇടതുപക്ഷ ബുദ്ധിജീവികളും കലാകാരന്മാരും മുമ്പോട്ട് വരാത്തത് ദയനീയമാണെന്ന് മുകുന്ദൻ തന്നെ എഴുതിയില്ലേ. മാത്രമല്ല ശ്രീ D പത്മനാഭനെ പോലുള്ള നമ്മൾ ബഹുമാനിക്കുന്ന നോവലിസ്റ്റ് തന്നെ കാരായി സഹോദരന്മാരെ കെട്ടിവെക്കാനുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയായ ഒരാളെ കെട്ടിവെക്കാനുള്ള കാശ് കൊടുത്തുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെ വെള്ളപൂശുന്ന നിലപാടാണ് ഇവരൊക്കെ സ്വീകരിച്ചത്. ഞാൻ തിരിച്ചു വരാം, താങ്കളിലേക്കാണ് ഞാൻ വരിക. ഒപ്പം ശ്രീ പന്തളം സുധാകരൻ, കാരായിമാർ സഹോദരങ്ങളല്ല, ആ തെറ്റ് ഞാൻ അങ്ങോട്ട് തിരുത്തുകയുമാണ്. ശ്രീ OK വാസു, താങ്കൾ തന്നെയും BJP-യിൽ നിന്നിറങ്ങി CPM-ലേക്ക് വന്നത് അതിന് തൊട്ടു മുമ്പ് നരേന്ദ്രമോദിയുടെ പേരിൽ രാഷ്ട്രീയ മഞ്ച് എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ടാണ്. നരേന്ദ്രമോദിയോട് ബഹുമാനമുള്ള ആളുകളും നരേന്ദ്രമോദി കടന്ന് BJP-യെ കയ്യിലൊതുക്കിയിരിക്കുകയാണ് എന്ന അഭിപ്രായമുള്ള ആളുകളും സ്വാഭാവികമായും ആ പാർട്ടിക്കകത്തുണ്ടാകും. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആളുകൾക്കുള്ളൂ? അടിസ്ഥാനമായി ഈ പാർട്ടിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ CK പത്മനാഭൻ്റെ തന്നെയും വിമർശം ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് AN രാധാകൃഷ്ണൻ്റെ പ്രസ്താവനയോടുള്ള വിദ്വേഷം എന്നല്ലാതെ അതിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വിയോജിപ്പുള്ളതായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? നോട്ട് നിരോധന കാര്യത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ നാട്ടുകാരോട് പറയേണ്ടതിന് പകരം അതിൽ നിന്ന് വ്യതിചലിച്ചു പോയില്ലേ എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട്. അദ്ദേഹം എങ്ങനെയാണ് മറ്റ് BJP നേതാക്കളേക്കാൾ ശ്രേഷ്ഠനാവുന്നത്? അല്ല, BJP-യിൽ നേരത്തെ സംഘടനാ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് നേരത്തെ. പക്ഷേ ഇപ്പോൾ BJP-യിൽ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കുമ്മനം രാജശേഖരൻ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡൻ്റായിട്ടുള്ള ആളല്ല. അദ്ദേഹം BJP-യിൽ ഒരു മെമ്പർഷിപ്പുള്ള ആളായിരുന്നില്ല. അദ്ദേഹം BJP-ൻ്റെ ഒരു ബൂത്ത് പ്രസിഡൻ്റായിട്ട് പോലും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഈ പാർട്ടിയിൽ നിലനിൽക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യം ഒഴിവാക്കിക്കൊണ്ട് RSSന് താല്പര്യമുള്ള ആളുകളെ പാർട്ടി സ്ഥാനത്തേക്ക് അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇത് മുമ്പ് അങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. നേരത്തെ വാജ്പേയിയും അഡ്വാനിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സമയത്ത് അതിലൊരു നാഥൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നാഥൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ തിരിച്ചു വരാം. ശ്രീ KN കുഞ്ഞഹമ്മദ്, സംഘടനാപരമായിട്ട് ഒരു സംഘടനക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ നേതാക്കൾ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം എന്ന നിലക്കല്ലാതെ ഈ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും വ്യത്യാസം താങ്കൾ കാണാനാകുന്നുണ്ടോ? ഒപ്പം ഈ പറയുന്ന രണ്ട് തരം അഭിപ്രായ പ്രകടനങ്ങൾ ആ പാർട്ടിക്കകത്ത് ഒരേ സമയത്ത് ഉയരുക, കമലിനോട് പുറത്തു പോകാൻ പറയുക, MTയെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തുക, അതേസമയം അതിനെ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് സൗമ്യ മുഖം എഴുന്നേറ്റ് നിന്ന് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പറയുക, ഈ ഇരട്ട നിലപാട് ആ പാർട്ടിക്കാകെ തന്നെ ഉള്ളതല്ലേ? അത് ഏതെങ്കിലും തരത്തിൽ താങ്കളെപ്പോലുള്ള ആളുകൾ ആശ്വാസകരമാണ് എന്ന് പറയേണ്ടുന്ന കാര്യമുണ്ടോ? അല്ല, അങ്ങനെ ആശ്വാസകരമാണ് എന്ന് വെറുതെ പറയുകയല്ല. ഇതിൽ കുറേ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇപ്പം തന്നെ തിരുത്ത് വന്നത് ഈ വ്യക്തികളുടെ വളരെ വിശാല കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് എന്ന് നാം പറയുന്നത് വസ്തുതാവിരുദ്ധമായിരിക്കും. കാരണം കേരളത്തിൽ ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം രൂപപ്പെട്ടൊരു പശ്ചാത്തലത്തിലാണ് ഇത് തിരുത്തിക്കൊണ്ടുള്ള രണ്ട് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ വന്നത്. സത്യത്തിൽ ആത്മാർത്ഥമായ തിരുത്തായിരുന്നുവെങ്കിൽ ഈ അഭിപ്രായം പ്രകടിപ്പിച്ച ഉടനെ തന്നെ ആ അഭിപ്രായത്തെ തള്ളിക്കളയാൻ കുമ്മനവും അതുപോലെ തന്നെ CK പത്മനാഭനും മുന്നോട്ട് വരേണ്ടിയിരുന്നു. അതുകൊണ്ട് മൗലികമായ പ്രശ്നം, ഈ
കമലിനും MTക്കുമെതിരെയുള്ള ഈ ആക്ഷേപത്തെ ജനാധിപത്യം ചോദ്യം ചെയ്തു. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിലാണ് അതിനെ ഭാഗികമായെങ്കിലും തള്ളുന്ന പ്രസ്താവന വന്നത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ജനങ്ങളുടെ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും തങ്ങളുടെ നേതൃത്വത്തിൻ്റെ പെരുമാറ്റത്തോട് അതൃപ്തി പ്രകടിപ്പിക്കാൻ എന്തിൻ്റെ പേരിലായാലും CK പത്മനാഭൻ തയ്യാറായല്ലോ. ആ നിലക്ക് സ്വാഗതാർഹമാണ്. എന്നാൽ അതേ സമയം തന്നെ ഞാൻ നേരത്തെ വിശദീകരിക്കാൻ ശ്രമിച്ച കാര്യം, ഈ സംവാദത്തിൽ പങ്കെടുത്ത ഒരു സുഹൃത്ത് അനന്തമൂർത്തിയുടെ കാര്യമൊക്കെ വളരെ ലാഘവത്തോടെയാണ് അവതരിപ്പിച്ചതെന്ന് തോന്നുന്നു. കാരണം ഏത് വ്യക്തിക്കും തെരഞ്ഞെടുപ്പിൽ തൻ്റെ അഭിപ്രായം പറയാം. ഇന്ന സർക്കാർ വരികയാണെങ്കിൽ ഞാനതിനെ അംഗീകരിക്കില്ല എന്ന് പറയാം. അത് തെരഞ്ഞെടുപ്പ് സമയത്തുള്ളൊരു പ്രതികരണമാണ്. സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളല്ല, അയാൾ അങ്ങനെ പെരുമാറിയാൽ പോലും അതൊരു ജനത്തിൻ്റെ പ്രതിനിധിയാണ് എന്നും നമുക്കറിയാം. അനന്തമൂർത്തി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും പെടാത്തവരും പരസ്പരം എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് ജനാധിപത്യത്തിൽ പറഞ്ഞു പോരാറുള്ളത്. അതിനെ അങ്ങനെയാണ് പരിഗണിക്കേണ്ടത്. ഞാൻ അത് മാറ്റിവെക്കുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, എപ്പോഴാണ് ഈ തിരുത്ത് വന്നത്? ഇങ്ങനെ നമുക്ക് തിരിച്ച് ചിന്തിക്കാം. കേരളത്തിൽ സംഘപരിവാർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് പറയത്തക്ക ജനകീയ പ്രതിഷേധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവർ തിരുത്തുമായിരുന്നുവോ? ഇതിന് പ്രായോഗിക തെളിവാണ് ഉത്തരേന്ത്യയിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സ്വാതി ബാലിക സരസ്വതി, ഗിരിരാജ് സിംഗ്, അമിത്ഷാ പറഞ്ഞത് എന്തായിരുന്നു നമ്മൾ ഓർക്കുന്നില്ലേ? ബാബ രാംദേവ് ഭാരത് മാതാ കി ജയ് വിളിക്കാത്തവരെ ഇന്ത്യയിൽ ഭരണഘടന ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ അമിത്ഷാ ചെയ്തത് ബാബ രാംദേവിനെ പ്രതിരോധിക്കുകയാണ്. അത് അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അയാൾക്കെന്താ അങ്ങനെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. മുഴുവൻ മനുഷ്യരെയും ഭാരത് മാതാ വിളിക്കാത്ത മനുഷ്യരെ കൊല്ലും എന്ന് പറയുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് മൂന്നാമത്തെ പ്രശ്നം ഞാൻ ഉന്നയിക്കുന്നത്, ഞാൻ പ്രധാനമായും പറയാൻ ശ്രമിക്കുന്നത്, BJPയുടെ സൈദ്ധാന്തിക ഗ്രന്ഥങ്ങളിൽ തന്നെ അസഹിഷ്ണുത താത്വികമായി നിലനിൽക്കുന്നുണ്ട്. ഈ സൈദ്ധാന്തിക ഭീകരതയെ തിരുത്താതെ മൗലികമായിട്ട് അവർക്ക് അസഹിഷ്ണുതക്കെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പോലും വളരെ ഒഴുക്കം മട്ടിലെങ്കിൽ പോലും ഈ ഭീകരമായ അസഹിഷ്ണുതയുടെ ഒരു കാലത്ത് അതിൽ നിന്ന് അല്പമെങ്കിലും തെറ്റി അഭിപ്രായം പറയാൻ ഒരാൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ ആ തയ്യാറാവുന്നതിനെയും സ്വാഗതം ചെയ്യാവുന്നതാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് ഇവിടേക്കാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ പറയുന്ന അസഹിഷ്ണുത എന്നത് താത്വികമായ ആ പാർട്ടിയുടെ അകത്ത് തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ഈ കമലിനും MTക്കുമെതിരായിട്ടുള്ള വിമർശങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തിവിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്ന് വെച്ചാൽ അവർ ജനപ്രിയ മാധ്യമമായിട്ടുള്ള സിനിമയ്ക്കകത്ത് കൊമേഴ്ഷ്യലി വിജയമുണ്ടാക്കിയിട്ടുള്ള ആളാണ് കമൽ. അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദം സ്വാഭാവികമായിട്ടുണ്ട്. ഈ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള സംസ്ഥാനമാണിത്. അതുകൊണ്ട് സ്വാഭാവികമായും അക്കാര്യത്തിൽ വിമർശമുണ്ടായി വലിയ തോതിൽ. MT വാസുദേവൻ നായർ എത്രയോ കാലമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ശ്രീ CK പത്മനാഭൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹിമാലയൻ ഉയരത്തിലുള്ള ഒരു എഴുത്തുകാരനാണ്, ജനപ്രിയനുമാണ്, ബഹുമാനം അർഹിക്കുന്നതും ബഹുമാനം വാങ്ങുകയും ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് വലിയ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായി, എല്ലാ മേഖലകളിലുള്ള ആളുകളുടെ പ്രതിഷേധമുണ്ടായി. അതുകൊണ്ട് തിരുത്തേണ്ടി വന്നു എന്നല്ലാതെ താങ്കളടക്കമുള്ള ആളുകൾ ഇതിന്മേൽ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വിമർശങ്ങളെ അതിൻ്റെ വഴിക്ക് വിടുക എന്നതല്ലേ ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ താങ്കളടക്കമുള്ള ആളുകൾ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം ഈ പറയുന്ന അസഹിഷ്ണുതയ്ക്ക് അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് ശ്രീ KN കുഞ്ഞഹമ്മദിൻ്റെ വിമർശനം വെച്ച് നോക്കുകയാണെങ്കിൽ. അല്ല, BJPയുടെ ഏത് പുസ്തകത്തിലാണ് ഈ അസഹിഷ്ണുതയുടെ തത്വശാസ്ത്രം ഉള്ളത് എന്ന് KN പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഞാനിതുവരെ കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. ഏത് പുസ്തകത്തിലാണത്? BJP വിരുദ്ധത മൂലം അന്ധത ബാധിച്ച് എന്തും പറയാം എന്നുള്ളൊരവസ്ഥയിലേക്ക് തരംതാണ ചില ആൾക്കാരുടെ, എന്താ അതിന് വിശേഷിപ്പിക്കേണ്ടത്, എനിക്ക് വാക്കുകൾ തന്നെ ഞാൻ പരതിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തത്വശാസ്ത്രമാണ് ഇദ്ദേഹം വായിച്ചത്? BJPയുടെ ഏതിലാണ് അസഹിഷ്ണുതയുള്ളത്? അതൊന്ന് പറഞ്ഞു തരാമോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? BJP അല്ലെങ്കിൽ RSS, സംഘപരിവാർ MDയെ പരിഹസിച്ചിട്ടില്ല, കമലിനെ പരിഹസിച്ചിട്ടില്ല. ഏത് സംഘടനയുടെ പ്രമേയമാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത്? ഒരു MD എന്ന സാഹിത്യകാരനെക്കുറിച്ച് CK പത്മനാഭൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ, ഇപ്പം ഹിമാലയത്തേക്കാൾ വലിയ കൊടുമുടി ഉണ്ടെങ്കിൽ അതിനോട് ഞാൻ ഉപമിക്കും. സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ MDയെ ആരും വിമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ആരും ചെറുതായി കാണുന്നില്ല. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ രാഷ്ട്രീയമായ വിമർശനങ്ങൾ വരും എന്ന് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു.
MD-ക്കെതിരെ പറഞ്ഞത് പിന്നെ എന്താ വിമർശനങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ വേവലാതിപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് മോഹൻലാലിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും എതിർത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കണ്ടേ? ആ സമയത്ത് മോഹൻലാലിനെ അംഗീകരിച്ച് മോഹൻലാൽ പറഞ്ഞതിലും സത്യമുണ്ട് എന്ന് പറയാൻ ഇവരാരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതിലൊക്കെ BJP വിരുദ്ധത അത് തലയിൽ കയറി നിൽക്കുന്ന ആൾക്കാർക്ക് വേറെ ഒന്നും കാണാൻ സാധ്യമല്ല. അതാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ താങ്കൾ പറയുന്നിടത്താണ് കാര്യങ്ങളെങ്കിൽ, കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആളുകൾ വിമർശിച്ചിടത്താണ് കാര്യങ്ങളെങ്കിൽ, CK പത്മനാഭൻ മുന്നോട്ട് വെക്കുന്ന വിമർശനമാണ് വസ്തുതയെങ്കിൽ, താങ്കളുടെ പാർട്ടിയുടെ യഥാർത്ഥ നിലപാടെങ്കിൽ, എന്തുകൊണ്ടാണ് ആ നിലപാടിന് വിരുദ്ധമായ വളരെ വിദ്വേഷം നിറഞ്ഞ പ്രസ്താവന നടത്തിയ, എതിർക്കപ്പെടേണ്ടെന്ന പ്രസ്താവന നടത്തിയ AN രാധാകൃഷ്ണന് മുതൽ ഒരു ശാസന പോലും ഉണ്ടാകാത്തത്? അങ്ങനെ ഉണ്ടാകാത്ത പാർട്ടിയാണോ താങ്കളുടെ പാർട്ടി? BJP-യെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ശ്മശാന ഭൂമിയല്ല. BJP എന്ന് പറഞ്ഞാൽ ജീവനുള്ള ആൾക്കാരാണ്. അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വരും. ആ അഭിപ്രായങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള വേദികളുണ്ട്. ആ വേദികളിൽ അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയും. ശിക്ഷാ നടപടി വേണ്ടതാണെങ്കിൽ ശിക്ഷാ നടപടി സ്വീകരിക്കും. അതിന് മുമ്പേ കയറിയിട്ട് ഇതാ നടപടി എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പം OK വാസുമാഷൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, BJP-ക്കകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പില്ല, BJP-യിൽ ആര് പ്രസിഡൻ്റ് ആവണം ആര് പ്രസിഡൻ്റ് ആവണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും BJP-ക്കാർക്ക് കൊടുത്തൂടെ? BJP-യുടെ തത്വങ്ങളും നയങ്ങളും ഒക്കെ വിദ്വേഷം നിറഞ്ഞതാണെങ്കിൽ അത് എവിടുന്ന ഈ പിന്നെ KN എവിടുന്ന് കിട്ടി? അതുപോലെ തന്നെ വാസുമാഷൊക്കെ എവിടുന്ന് കിട്ടി? ഒരു സംഘടനാ സംവിധാനവുമില്ല, ഒരു തെരഞ്ഞെടുപ്പുമില്ല, ഒരു എന്താ പറയുക, സംഘടനാ തലത്തിൽ നേതാക്കന്മാരെ കുമ്മനം കെട്ടി എഴുന്നള്ളിച്ചതാണ് എന്നൊക്കെ രീതിയിലുള്ള വിമർശനങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അങ്ങനെയൊരു സ്വാതന്ത്ര്യം BJP-യിൽ ആര് പ്രസിഡൻ്റ് ആകണം ആര് നയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പക്ഷേ അവിടെയും പ്രശ്നമുള്ള ശ്രീ കുഞ്ഞിക്കണ്ണൻ, അവിടെയും പ്രശ്നമുള്ളത് AN രാധാകൃഷ്ണന്റെ പ്രസ്താവന അദ്ദേഹം പലതവണ തുടർന്നു. ഞാൻ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. MT രമേശും ശോഭാ സുരേന്ദ്രനും പോലെയുള്ള ആ ജാഥകൾ നയിക്കുന്ന നേതാക്കൾ അതേ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറയുന്നിടത്തോ MD രമേശൊന്നും BJP-യുടെ അഭിപ്രായം അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞിടത്തല്ല കാര്യങ്ങൾ എന്നതിന് താങ്കളും CK പത്മനാഭനും പരസ്യമായി പറഞ്ഞ, താങ്കൾ ഇപ്പോഴും പറയുന്നതല്ലാതെ വേറെ നിലപാടൊന്നും പൊതുസമൂഹത്തിന് മുന്നിലില്ല. MS കുമാറാണെങ്കിൽ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് സ്വന്തം നിലപാട് എഴുതി വെച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ ഈ പരസ്യമായിട്ട് ആവർത്തിച്ച് പറയുന്ന ആ നിലപാടാണ് പാർട്ടിയുടെ നിലപാട് എന്നല്ലേ മനസ്സിലാക്കുക നാട്ടിൽ? അല്ല, ഏത് നിലപാട്? എന്നാൽ പിന്നെ CK പത്മനാഭൻ്റെ നിലപാടാണെന്ന് നിങ്ങൾക്ക് അംഗീകരിച്ചൂടെ? കേരളത്തിലെ നേരത്തെ വാസുമാഷ് എന്ന് പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ത്യാഗം സഹിച്ചിട്ടുള്ള ത്യാഗിയായിട്ടുള്ള CK പത്മനാഭൻ ആളാണ് CK പത്മനാഭൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് അംഗീകരിച്ചൂടെ? അതാണ് നയമെന്ന് നിങ്ങൾക്ക് പിന്നെ കണ്ടെത്താൻ കഴിയില്ലേ? ഇത് BJP-യെ എതിർക്കുക എന്നുള്ള ഒറ്റ അജണ്ട, നരേന്ദ്രമോദിയെ എതിർക്കുക എന്നുള്ള ഒരേ ഒരു അജണ്ട, അത് വെച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരോട് ഇപ്പോൾ ഉറങ്ങുന്ന ആൾക്കാരെ ഉണർത്താം, ഉറക്കം നടിക്കുന്ന ആൾക്കാരെ ഉണർത്താൻ പറ്റില്ല എന്ന് പറയാറില്ല സാധാരണ. അതുപോലെ BJP വിരുദ്ധത മാത്രം കൊണ്ടു നടക്കുന്ന ചില ആൾക്കാരുടെ ആ വഴിവിട്ട അതാണെന്നാണ് വിമർശനം. ശ്രീ OK വാസു, നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഞാൻ ആദ്യം താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഇന്ന് മറുപടി കിട്ടിയിട്ടില്ല. CK പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നതിന് പിന്നിൽ അദ്ദേഹം ആ പാർട്ടി വിടുക എന്ന കാര്യം ആലോചിക്കുന്നതുണ്ടാകുമോ? ഇല്ല, CKP പറഞ്ഞിട്ടുള്ളത് കേവലം ഈ സംവിധായകൻ കമലിൻ്റെ കാര്യത്തിൽ AN രാധാകൃഷ്ണൻ പറഞ്ഞതോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MT-യെക്കുറിച്ച് പറഞ്ഞതോ മാത്രമല്ല. ഈ AN രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ശ്രീ ചെഗുവേരയുടെ പടം എവിടെ കണ്ടാലും ഞങ്ങൾ എടുത്തു മാറ്റും. ചെഗുവേരയെ കർണാടക ഫോറസ്റ്റിലുണ്ടായിരുന്ന വീരപ്പൻ എന്ന് പറയുന്ന കൊള്ളക്കാരനെ പോലെയായിരുന്നു AN രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്. ആ കാര്യം കൂടി CKP വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചെഗുവേരയുടെ ബൊളീവിയൻ ഡയറി എന്ന പുസ്തകം ഇവിടുത്തെ യുവമോർച്ചക്കാർ എടുത്ത് വായിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ ചെഗുവേരയെ അദ്ദേഹം ഗാന്ധിജിയോട് ഉപമിച്ചിട്ടുണ്ട്. ചെഗുവേര ക്യൂബയിൽ കാസ്ട്രോ അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കി. ആ മന്ത്രിസ്ഥാനം അവിടെ ഒരു കടലാസിൽ രാജിവെച്ച് എഴുതി ഒട്ടിച്ച് ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം മാത്രമേ തുറക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബൊളീവിയൻ കാടുകളിൽ പോയി ഈ സാമ്രാജ്യത്വത്തിനെതിരായുള്ള പോരാട്ടം നടത്തുന്ന സമയത്ത് അമേരിക്കൻ സൈനികർ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ചെഗുവേരയും ഗാന്ധിജിയും ഒരുപോലെയാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ഗാന്ധിജി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഗാന്ധിജി അവസാനം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അധികാരത്തിൻ്റെ ഏണിപ്പടികളിലൂടെ കയറിപ്പോകാനുള്ള ഗാന്ധിജി ആഗ്രഹിച്ചു. അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ BJP വിടാനുള്ള അദ്ദേഹം നൽകുന്ന സൂചനകളാണോ? അദ്ദേഹം CPM-ലേക്ക് വരും
എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ആ പറഞ്ഞതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന വിധത്തിൽ എല്ലായിടത്തുമുണ്ട്. ഇല്ല, അതിൽ സി പി എമ്മിലേക്ക് വരും എന്നുള്ളത് ഇപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള വികാരമല്ലേ. ആ വികാരം ഏതിനനുകൂലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ തിരിച്ചു വരാം. പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അടുത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മഹാത്മാഗാന്ധിയുടെ ചിത്രം കലണ്ടറിൽ നിന്ന് മാറ്റി നരേന്ദ്രമോദി വന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.